നമ്മൾ ഈ കഥ ശ്രദ്ധിക്കണം. ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഇന്നത്തെയും അടുത്ത ക്ലാസ്സിലും ഇൻഷാ അല്ലാഹ് പറയും. കഥ ശ്രദ്ധിച്ചാലാണ്, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സംഭവം ശ്രദ്ധിച്ചാലാണ് അതിലുള്ള ഓരോ ഗുണപാഠവും അതിന്റെ കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ് ജുറൈജ്? ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരു ആബിദായ, അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് അടുത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഒരു ആബിദായ മനുഷ്യനായിരുന്നു. ഫത്തഖദ സൗമഅതൻ ഫകാന ഫീഹാ. അദ്ദേഹം ഒരു മഠം, സൗമഅത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലം, അത് അദ്ദേഹം നിർമ്മിക്കുകയും അതിൽ അദ്ദേഹം ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഫഅതതുഹു ഉമ്മുഹു വഹുവ യുസല്ലി. അദ്ദേഹം നിസ്കരിക്കവേ, ഇദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ ജീവിച്ച ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനായിരുന്നു ജുറൈജുൻ റഹിമഹുല്ലാഹ്. അദ്ദേഹം നിസ്കരിക്കവേ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ കാണാൻ വന്നു. ഫഖാലത്ത് യാ ജുറൈജ്, ജുറൈജ് എന്ന് വിളിച്ചു. വേറെ ചില റിവായത്തിൽ കാണാം യാ ജുറൈജ് കല്ലിംനി ഫഅന ഉമ്മുക്, ഞാൻ നിന്റെ ഉമ്മയാണ്, എന്നോട് സംസാരിക്ക്. ജുറൈജ് നിസ്കാരത്തിലാണ്. ജുറൈജ് പറഞ്ഞു യാ റബ്ബി ഉമ്മി വസലാത്തി. നിസ്കാരത്തിലായിരിക്കെ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, എന്റെ നിസ്കാരം എന്റെ ഉമ്മ, ഉമ്മക്ക് മറുപടി കൊടുക്കണമോ? ഇമാം ബുഖാരിയുടെ ലഫ്ദിൽ കാണാം ഉജീബുഹ ഔ ഉസല്ലി, ഉമ്മക്ക് മറുപടി കൊടുക്കണോ അതോ നിസ്കാരം തുടരണോ? അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഫഅഖ്ബല അലാ സലാത്തിഹി ഫൻസറഫത്. അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ മുഴുകി, ഉമ്മ തിരിച്ചുപോയി. ഫലമ്മ കാന മിനൽ ഗദ്, പിറ്റേ ദിവസവും അത്തത്ഹു വഹുവ യുസല്ലി. ജുറൈജ് നിസ്കരിക്കുന്ന വേളയിൽ തന്നെയാണ് ഉമ്മ പിറ്റേ ദിവസവും വന്നത്. ഫഖാലത്ത്, ഉമ്മ പറഞ്ഞു യാ ജുറൈജ്, ജുറൈജ് എന്ന് വിളിച്ചു. യാ ജുറൈജ് കല്ലിംനി, എന്നോട് സംസാരിക്കണം, ഞാൻ നിന്റെ ഉമ്മയാണ്. അപ്പൊ ജുറൈജ് മനസ്സിൽ നിസ്കാരത്തിൽ യാ റബ്ബി ഉമ്മി വസലാത്തി, റബ്ബെ എന്റെ ഉമ്മ, അവർക്ക് ഉത്തരം കൊടുക്കണോ അതോ നിസ്കാരത്തിൽ തുടരണോ? ഫഅഖ്ബല അലാ സലാത്തിഹി ഫൻസറഫത്. അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ തുടർന്നു, ഉമ്മ തിരിച്ചുപോയി. ഫലമ്മ കാന മിനൽ ഗദ്, പിറ്റേ ദിവസവും ഉമ്മ വന്നു. അത്തത്ഹു വഹുവ യുസല്ലി, ഉമ്മ വന്നു, അപ്പോഴും അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. ഫഖാലത്ത് യാ ജുറൈജ്, ജുറൈജ് എന്ന് വിളിച്ചു. ജുറൈജ്, അപ്പോഴും ഇദ്ദേഹം പറയാണ് ഐ റബ്ബി ഉമ്മി വസലാത്തി, എന്റെ നിസ്കാരം എന്റെ ഉമ്മ, ആർക്ക് ഉത്തരം കൊടുക്കണം? ഫഅഖ്ബല അലാ സലാത്തി. അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഫഖാലത്ത്, മൂന്നാമത്തെ ദിവസവും നിരാശയായ ഉമ്മ വളരെ പ്രയാസത്തോടുകൂടി ആ ഉമ്മ പ്രാർത്ഥിച്ചു എന്നാണ്, അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അല്ലാഹുവേ, ജുറൈജിനെ നീ മരിപ്പിക്കല്ലേ, വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് അവന് നോക്കുന്നതുവരെ, വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് അവൻ നോക്കുന്നതുവരെ, നോക്കിയിട്ടല്ലാതെ അവനെ നീ മരിപ്പിക്കല്ലേ. ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. വ്യഭിചരിക്കുന്നത് വരെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, വ്യഭിചാരിണികളായ സ്ത്രീകളെ ഒന്ന് നോക്കുക. അങ്ങനെയുള്ള ഒരു പ്രയാസം അവൻ ഉണ്ടാക്കണം. ഉമ്മക്കറിയാം ജുറൈജിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് വ്യഭിചാരിണികളായിട്ടുള്ള വൃത്തികെട്ട സ്ത്രീകളെ മുഖത്തേക്ക് നോക്കുക. ജുറൈജിനെ പ്രയാസപ്പെടുത്താൻ അത് മതി എന്ന് ഉമ്മക്കറിയാം. അതുകൊണ്ടാണ് ഉമ്മ പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള ചില പ്രത്യേകം ചില ഫായിദകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് അവൻ നോക്കുന്നത് വരെ അവനെ നീ മരിപ്പിക്കരുതേ എന്ന് ഉമ്മ പ്രാർത്ഥിച്ചു. ഫതദാകറ ബനു ഇസ്രായീൽ ജുറൈജൻ വഇബാദതഹു. ജുറൈജിനെ കുറിച്ച് ബനു ഇസ്രായേലുകാർ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ച് വലിയ ചർച്ചയായി. അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹത്തോട് അസൂയ വെക്കുന്ന ഫിത്നക്കാരും വൃത്തികെട്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ അവിടെ കാണാം. അദ്ദേഹത്തെ ആളുകൾ ബഹുമാനിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ അവർ വലിയ ആദരിച്ചിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ അസൂയ വെച്ചവരും വൃത്തികെട്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. വകാനത് ഇംറഅത്തുൻ ബഗിയ്യുൻ യുതമസ്സലു ബിഹുസ്നിഹാ. ആ നാട്ടിൽ ഭംഗിയിൽ ഉദാഹരിക്കപ്പെടുന്ന ഒരു വ്യഭിചാരിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള,
ഭംഗിയിൽ അവളുടെ പേര് പറഞ്ഞിട്ടാണ് ഉദാഹരിക്കുക. അവളെപ്പോലെ ഭംഗിയുള്ളവൾ എന്ന് പറയും. അങ്ങനെയുള്ളൊരു വ്യഭിചാരിണിയായ പെണ്ണുണ്ടായിരുന്നു. ഫഖാലത്ത്, ആ പെണ്ണ് ആ നാട്ടിലെ വൃത്തികെട്ട ആളുകളെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇൻ ശിഅ്തും ലഅഫ്തിനന്നഹു ലക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവനെ ഫിത്നയിലാക്കാം. അങ്ങനെ അവര് ഫിത്നയിലാക്കാൻ പറഞ്ഞു, അവനെ പഴിപ്പിക്കാൻ പറഞ്ഞു. ഫതഅറളത് ലഹു, അങ്ങനെ ഈ പെണ്ണ് ജുറൈജിന്റെ മുമ്പിൽ പോയി നിന്നു. അണിഞ്ഞൊരുങ്ങി ജുറൈജിന്റെ മുമ്പിൽ പോയി നിന്നു. പക്ഷെ ഫലം യൽതഫിത് ഇലൈഹ, ജുറൈജ് ഒന്ന് നോക്കിയതുപോലുമില്ല. ഒരു നോട്ടം പോലും ആ പെണ്ണിന്റെ ഭാഗത്തേക്ക് നോക്കിയതുപോലുമില്ല. പെണ്ണ് പരാജയപ്പെട്ടു. ഭംഗിയുള്ള പെണ്ണാണ്, വ്യഭിചാരിണിയാണ്. അവള് വാക്കുകൊടുത്തു വന്നതാണ്, ഇവനെ ഞാൻ പഴിപ്പിക്കാൻ. ജുറൈജ് ഒന്ന് നോക്കിയതുപോലുമില്ല. ഫഅതത് റാഇയൻ കാന യഅവി ഇലാ സൗമഅതിഹി, അവിടെ വരാറുണ്ടായിരുന്ന ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയന്റെ അടുത്തേക്ക് ഈ പെണ്ണ് ചെന്നു. ഫഅംകനതുഹു മിൻ നഫ്സിഹ, അവൾ അവിടെ ശരീരം കീഴ്പ്പെടുത്തി കൊടുത്തു. ഫവഖഅ അലൈഹ ഫഹമലത്, ആ ആട്ടിടയൻ അവളുമായി വ്യഭിചാരം നടത്തി. അവൾ ഗർഭിണിയായി. ഫലമ്മ വലദത്, അവൾ പ്രസവിച്ച സമയത്ത് ഖാലത്ത്, അവൾ പറഞ്ഞു, ഹുവ മിൻ ജുറൈജ്, ഈ കുട്ടി ജുറൈജിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഫഅതൗഹു ഫസ്തൻസലൂഹു, ജുറൈജിന്റെ അടുത്തേക്ക് അവർ ചെന്നു. അവിടെയുള്ള ആളുകൾ ചെന്നു അദ്ദേഹത്തോട് ഇറങ്ങാൻ പറഞ്ഞു. വഹദമു സൗമഅതഹു, അദ്ദേഹത്തിന്റെ ആ മഠം, അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു വീട്, ആ ആരാധനാലയം അവർ തകർച്ചു കളഞ്ഞു. വജഅലു യദ്രിബൂനഹു, അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ജുറൈജ് ചോദിച്ചു, മാശഅനുക്കു, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താണ് കാര്യം? അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല. ആളുകൾ പറഞ്ഞു, സനൈത ബിഹാദിൽ ബഗി ഫവലദത് മിൻക, നീ പെണ്ണുമായി വ്യഭിചരിച്ചിട്ടുണ്ട്, ഈ വ്യഭിചാരിണിയുമായി നീ വ്യഭിചരിച്ചിട്ടുണ്ട്, അങ്ങനെ അവൾ പ്രസവിച്ചിട്ടുണ്ട്. വേറെ റിവായത്തിൽ കാണാം ജുറൈജിന് അവർ ചെയ്തത് എന്താണ്? ഫജഅലു ഫീ ഉനുഖി വഉനുഖഹ, ഫജഅലു ഫീ ഉനുഖിഹി വഉനുഖിഹ ഹബ്ലൻ, അദ്ദേഹത്തിന്റെ കഴുത്തിലും ഈ പെണ്ണിന്റെ കഴുത്തിലും അവര് ഒരു കയറ് കെട്ടി. വജഅലു യതൂഫൂന ബിഹിമാ ഫിന്നാസ്, എന്തൊരു അപമാനമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ പെണ്ണിനെയും ഈ പറഞ്ഞിട്ടുള്ള ജുറൈജിനെയും അവർ രണ്ടാളുടെയും കഴുത്ത് കെട്ടിയിട്ട് ആളുകളുടെ അടിയിലൂടെ ഇങ്ങനെ നടത്താൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ ഫജഅലു യദ്രിബൂനഹു വയഖൂലൂൻ, ഇങ്ങനെ അടിച്ചുകൊണ്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങി, മുറാഇൻ തുഖാദിഉൻ നാസ ബിഅമലിക്, നീ ആളുകളെ കാണിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്ത് ജനങ്ങളെ പറ്റിച്ചവനാണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വഷളാക്കാൻ വേണ്ടി ഇങ്ങനെ നാട്ടിലൂടെ നടച്ചാണ് അടിച്ചുകൊണ്ട്. ഖാല ലഹുൽ മലിക്, ആ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തോട് പറയുകയാണ്, വൈഹക് യാ ജുറൈജ്, ജുറൈജ് നിനക്ക് നാശം. ഇന്നാ നറാക ഖൈറൻ നാസ്, നിന്നെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചിരുന്ന നല്ല മനുഷ്യനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ നല്ലൊരു മനുഷ്യനായിട്ടാണ് നിന്നെ കണ്ടിരുന്നത്. ഫഅഹ്ബൽത ഹാദിഹി, നീ പെണ്ണിനെ ചതിച്ചു, അവളെ വലയിലാക്കി. ഇദ്ഹബൂ ബിഹി ഫസ്ലുബൂഹു, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി കുരിശിലേറ്റണം, അവനെ കൊന്നുകളയണമെന്ന് പറഞ്ഞു. ഫലമ്മാ മർറൂ ബിഹി നഹ്വ ബൈത്തി സബാനി, ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ ആളുകളുടെ ഇടയിലൂടെ ജുറൈജിനെ വഷളാക്കാൻ വേണ്ടിയിട്ട്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. കുറ്റം ചെയ്തിട്ടില്ല. വ്യഭിചാരിണികളായ സ്ത്രീകൾ താമസിക്കുന്ന വീടിന്റെ അടുത്തുകൂടെ ഇങ്ങനെ ഈ ജുറൈജിനെയും നടത്തിക്കൊണ്ടുപോയപ്പോ ഖറജ്ന യൻദുർന, വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. ഫതബസ്സം, അപ്പോ ജുറൈജ് ഒന്ന് ചിരിച്ചു. ഫഖാലു, അവർ ചോദിച്ചു, അവർ പറഞ്ഞു, ലം യദ്ഹക് ഹത്ത മർറ ബിസ്സവാനി, ഇതുവരെ അവൻ ചിരിച്ചിട്ടില്ല. ഈ വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടപ്പോഴാണ്, അവരുടെ അടുത്തുകൂടെ നടന്നു പോയപ്പോഴാണ് അവൻ ചിരിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ താമസിക്കുന്ന ഒരു ഏരിയ, അവരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുക? അങ്ങനെ ഒരു സമുദായം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു ഇസ്രായേലുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്,
ഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരുടെ ഏറ്റവും ഒന്നാമത്തെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഖാനത് ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു. അവർ വലിയ ഫിത്നയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോ ജുറൈജ് അവരെ ഒന്ന് നോക്കി. ഫതബസ്സം, അപ്പൊ ജുറൈജ് ചിരിച്ചു. എന്തിനാ ചിരിച്ചത് പറയുന്നുണ്ട്. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഐന സബി, ഈ കുട്ടിയുണ്ടായെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് ആ കുട്ടി? ഫജാഉ ബിഹി, ആ കുട്ടിയെയും കൊണ്ട് അവർ വന്നു. ഫഖാൽ, അപ്പൊ ജുറൈജ് പറഞ്ഞു, ദഊനി ഹത്താ ഉസല്ലിയ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്നൊന്ന് വിട്, ഞാനൊന്ന് നിസ്കരിക്കട്ടെ. ഫസല്ല, അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചു. മറ്റ് ഇമാം ബുഖാരിയുടെ ലഫ്ദിൽ കാണാം ഫതവല്ലഅ വസല്ല, അദ്ദേഹം വുളു ചെയ്തുകൊണ്ട് നിസ്കരിച്ചു എന്നാണ്. ഫലമ്മൻ സറഫ് അത്തസ്സബി, അദ്ദേഹം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അത്തസ്സബിയ, ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഫതഅന ഫീ ബത്നിഹി, ആ കുട്ടിയുടെ വയറ്റത്ത് ഇങ്ങനെ കുത്തിയിട്ട് വഖാൽ, എന്നിട്ട് ചോദിച്ചു, യാ ഗുലാം മൻ അബൂക്ക്, കുട്ടി നിന്റെ ഉപ്പയാരാണ്? ഖാല, ആ കുട്ടി, തൊട്ടിലിൽ കിടക്കുന്ന ആ കുട്ടി സംസാരിച്ചു എന്നാണ്. ഫുലാനുർ റാഇ, ആ ആട്ടിടയനായ മനുഷ്യനാണ്. അപ്പൊ ആളുകള് കാര്യം മനസ്സിലാക്കുന്നത്. ഫഅഖ്ബലു അലാ ജുറൈജ്, അവരെല്ലാവരും ജുറൈജിന്റെ അടുത്തേക്ക് ഓടിക്കൂടി. യുഖബ്ബിലൂനഹു വയതമസ്സഹൂന ബിഹി, ജുറൈജിനെ ചുംബിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ തടവാൻ തുടങ്ങി. വഖാലു, അവർ പറഞ്ഞു, നബ്നി ലക സൗമഅതക മിൻ ദഹബ്, ഞങ്ങൾ സ്വർണത്തിന്റെ ഒരു സൗമഅത്ത്, ഒരു മഠം നിനക്ക് പണിതു തരാം. ഖാൽ, ആ സമയത്ത് ജുറൈജ് പറഞ്ഞു, ലാ അഈദൂഹാ മിൻ തീനിൻ കമാ കാനത്, അത് മണ്ണുകൊണ്ടുള്ള ഒരു മഠമായിരുന്നു, അതുപോലെയുള്ളത് എനിക്കൊന്ന് വീണ്ടും പണിതു തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫഫഅലു, അവരത് ചെയ്തു. വഫീ റിവായ, മറ്റൊരു റിവായത്തിൽ കാണാൻ ഫറജഅ ഫീ സൗമഅതിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ആരാധന നടത്തുന്ന സൗമഅത്തിലേക്ക് തിരിച്ചുപോയി. ഫഖാലു ലഹു, അപ്പൊ അവർ ചോദിച്ചു, ബില്ലാഹി മിമ്മ ലഹിക്ത, എന്തിനാണ് നീ ചിരിച്ചത്? അല്ലാഹുവാണേ സത്യം, എന്തിനാണ് നീ ചിരിച്ചത്, നീ പറയണം. ജുറൈജ് പറഞ്ഞു, മാ ലഹിക്തു ഇല്ലാ മിൻ ദഅവതിൻ ദഅത്ഹാ അലയ്യ ഉമ്മി, എന്റെ ഉമ്മ പ്രാർത്ഥിച്ചത് അവിടെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്നാണ്. ഉമ്മ പറഞ്ഞത് എന്താ? വ്യഭിചാരിണിയായിട്ടുള്ള സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത് വരെ അവനെ മരിപ്പിക്കരുത് എന്നാണ്. വ്യഭിചാരിണിയുടെ മുഖത്തേക്ക് നോക്കേണ്ടി വന്നു എനിക്ക്, അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കഥയിലുള്ളത്, അല്ലെങ്കിൽ ഈ സംഭവത്തിലുള്ളത്. ഈ ചരിത്രത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ചെറിയ പാഠങ്ങളൊന്നുമല്ല, ഒരുപാട് പാഠങ്ങളുണ്ട്. ഇതിലെ ഓരോ വാക്കുകളെ കുറിച്ചും പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ മുഹാദറകളിലും ഖുത്ബകളിലുമൊക്കെ അത് സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ദുറൂസുൻ വഇബറുൻ മിൻ ഖിസ്സതി ജുറൈജിനിൽ ആബിദ്, സാലി ആലി ശൈഖ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു ഖുത്ബയുണ്ട്. ഇങ്ങനെ ഈ വിഷയത്തിൽ എഴുതിയതും പ്രസംഗിച്ചതും ക്ലാസ് എടുത്തതുമായ ഒരുപാട് രേഖകളുണ്ട്. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില ഗുണപാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ അടുത്ത ക്ലാസ്സിലും ഇൻഷാ അല്ലാഹ് പറയും.